ഒരു 25-കാരിക്ക് തനിച്ച് ബൈക്കിൽ എത്ര ദൂരം സഞ്ചരിക്കാമെന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് അമൃത ജോഷി. അച്ഛൻ്റെ വേർപാടിൻ്റെ വേദന കുറയ്ക്കാൻ ആരംഭിച്ച ബൈക്ക് റൈഡ് 7 രാജ്യങ്ങളും പിന്നിട്ട് യുഎഇയിൽ എത്തി നിൽക്കുകയാണ്. ഇതിനിടെ നിരവധി റെക്കോർഡുകളും ഈ മിടുക്കിയുടെ പേരിലായി. ബൈക്കിൽ ഒറ്റയ്ക്കുള്ള യാത്രകൾ ചിറക് വിരിച്ച് പറക്കുകയാണ് കാസർഗോഡ് കുമ്പള സ്വദേശിനിയായ അമൃത ജോഷി. ഒരു 25-കാരിക്ക് ബൈക്കിൽ എത്ര ദൂരം പോകാമെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ഈ മിടുക്കി. 8 രാജ്യങ്ങൾ, 50,000 കിലോമീറ്റർ തന്നെ താണ്ടിയവൾ. തൻ്റെ സ്വപ്ന സഞ്ചാരത്തിലേക്ക് ബൈക്ക് ഓടിച്ച കഥ അമൃത പറഞ്ഞു തുടങ്ങുകയാണ്. ചെറുപ്പം മുതലേ വാഹനങ്ങളും ഡ്രൈവിംഗും ഇഷ്ടപ്പെട്ടിരുന്ന അമൃതയ്ക്ക് അത് പിന്നെ ഒരു ലഹരിയായി. 2012 മുതൽ ബൈക്ക് ഓടിച്ചു തുടങ്ങി. 18-ാം വയസ്സിൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയതോടെ ബൈക്ക് യാത്ര ഗൗരവമായി എടുത്തു. എൻ്റെ ഫാമിലിയിൽ ആർക്കും ഇങ്ങനെ ഒരു ക്രേസ് ഇല്ല, വണ്ടിൻ്റെ ക്രേസ് ഇല്ല. പക്ഷെ എനിക്ക് ചെറിയ ഏജിൽ തന്നെ ഒരു വണ്ടിൻ്റെ ക്രേസ്. ഏത് വണ്ടി കണ്ടാലും ഒരു ഓടിക്കണമെന്ന്. ഞാൻ ഓട്ടോ ഓടിച്ചിട്ടുണ്ട്, ബഡാ ദോസ്ത് ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് വണ്ടി നോക്കിയാലും അത് ഓടിച്ചിട്ട് നോക്കണമെന്ന് എനിക്കൊരു എന്തോ ഒരു ക്രേസ്, വണ്ടിൻ്റെ ഒരു ക്രേസാണ്. അപ്പോൾ പിന്നെ ഞാൻ ഈ 18-19 ഏജിലാണ് ബൈക്ക് എടുത്തത്. അച്ഛൻ ജോഷിയാണ് ബൈക്കിലിരുത്തി ഡ്രൈവിംഗിൻ്റെ ബാലപാഠങ്ങൾ പകർന്നത്. പക്ഷേ 2019 അച്ഛൻ്റെ പെട്ടെന്നുള്ള വിയോഗം ആ പെൺകുട്ടിയെ തകർത്ത് കളഞ്ഞു. അച്ഛൻ്റെ വേർപാടിൻ്റെ വേദന കുറച്ചെങ്കിലും കുറയ്ക്കാനായിരുന്നു ഒറ്റയ്ക്ക് ലോകസഞ്ചാരത്തിനിറങ്ങി പുറപ്പെട്ടത്. എൻ്റെ അച്ഛൻ മരിച്ചു 2019. അപ്പോൾ ഞാനും അച്ഛനും ഭയങ്കര ക്ലോസ് ആണ്. അപ്പോൾ ആ ഒരു സഡൻ അവരെ പോയത് എനിക്ക് ഭയങ്കര ഒരു ലൈഫ് എങ്ങനെ നെക്സ്റ്റ് കൊണ്ടുപോകണമെന്ന് അറിയാത്ത ഒരു രീതിയിലായിരുന്നു. അപ്പോഴാണ് ഈ വണ്ടി എനിക്ക് ഹെൽപ്പ് ചെയ്തത്. സോ അങ്ങനെയാണ് ഞാൻ റൈഡിങ് ഫീൽഡിലേക്ക് വന്നത്. അമൃത ആദ്യം കറങ്ങിയത് ഇന്ത്യ ഒട്ടാകെയായിരുന്നു. ഇതോടെ ഇന്ത്യ മുഴുവൻ ഒറ്റയ്ക്ക് ബൈക്കിൽ സഞ്ചരിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയുമായി. 2 ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, 1 ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, 2 ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവയും യാത്രകളിലൂടെ ഈ മിടുക്കി സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ യാത്രയിലെ ഏറ്റവും പ്രിയപ്പെട്ട ഇടങ്ങൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളും കേരളവുമാണെന്ന് അമൃത പറയുന്നു. 4 months ആണ് ഞാൻ എടുത്തത് ഓൾ ഇന്ത്യ കവർ ചെയ്യാൻ. നോർത്ത് ഈസ്റ്റ് ആണ്. നോർത്ത് ഈസ്റ്റ് പിന്നെ ഈ കേരള സൗത്ത് സൈഡാണ്. സൗത്ത് സൈഡ് എന്ന് പറയുമ്പോൾ കൂടുതൽ ഈ നേച്ചർ കാര്യങ്ങളൊക്കെ, ഈ എല്ലാ ബാക്ക് വാട്ടേഴ്സും ഉണ്ട്, ബീച്ചസും ഉണ്ട്, ഹിൽ സൈഡ്സും ഉണ്ട്. അപ്പോൾ എനിക്ക് നേച്ചറാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ സൗത്ത് കേരള പിന്നെ നോർത്ത് ഈസ്റ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നത്. ഇന്ത്യ മുഴുവനും 8ഓളം രാജ്യങ്ങളിലും ഇതിനകം അമൃത ബൈക്കിൽ യാത്ര ചെയ്തു. ഇതെൻ്റെ 8ാമത്തെ രാജ്യമാണ്. അപ്പോൾ ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബാംഗ്ല, ശ്രീലങ്ക, ഇപ്പോൾ UAE, ഒമാൻ. 2025 UAE യാത്ര ലക്ഷ്യമാക്കി. പക്ഷേ പാകിസ്ഥാനിലൂടെയുള്ള സഞ്ചാരം അസാധ്യമായി തീർന്നതിനാൽ ബൈക്ക് സീ കാർഗോയിൽ ദുബായിൽ എത്തിച്ച ശേഷമാണ് അമൃത UAEയിലെ സഞ്ചാരം ആരംഭിച്ചത്. തുടർന്ന് UAEയുടെ 7 എമിറേറ്റുകളിലും സഞ്ചരിച്ചു. അതിനിടയിൽ UAEയിൽ നിന്ന് ഒമാനിലേക്കും തിരിച്ചു ബൈക്ക് ഓടിച്ചു. അപ്പോൾ ഇന്ത്യ ടു റൈറ്റ് സൈഡ് എല്ലാം ഞാൻ കവർ ചെയ്തു. അപ്പോൾ ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോൾ ആദ്യമായിട്ട് ഞാൻ പിന്നെ ചെയ്യുന്നത് UAE ആണ്. എൻ്റെ ഇവിടുത്തെ റോഡ്സും സേഫ്റ്റി, ട്രാഫിക് എനിക്ക് ഭയങ്കര പൊതുവെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ UAE ചൂസ് ചെയ്തത്. ഇതുവരെയുള്ള യാത്രയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഈ റൈഡറുടെ ഉത്തരം ഇങ്ങനെയാണ്. എൻ്റെ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആയിരുന്നു UAE. ഈ 9 years ഞാൻ അച്ഛൻ്റെ ആ ടൈമിൽ നിന്ന് ഇതുവരെ 9 years ആയി. അപ്പോൾ ഈ 9 years ഞാനൊരു മനസ്സുകൊണ്ട് ചിരിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഞാൻ എൻ്റെ ഹാപ്പിനെസ് എനിക്ക് തിരിച്ചു കിട്ടിയത്. സോ UAE ആണ് എൻ്റെ ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് എന്ന് പറയുമല്ലേ,
അതാണ് ഇവിടെ കിട്ടിയത്. സോ ഇതാണ് എൻ്റെ ഫേവറേറ്റ്. എന്തുകൊണ്ടാണ് UAE പ്രിയപ്പെട്ടതാകുന്നതെന്ന ചോദ്യത്തിനുള്ള മറുപടി ഇങ്ങനെ: ഇവിടെ എത്തുമ്പോൾ ഒരു ഫോറിൻ കൾച്ചർഡ് റോഡ്സ് എന്ന് പറയല്ലേ, അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. ആൻഡ് ട്രാഫിക് റൂൾസും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഈ ട്രാഫിക് റൂൾസ് എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഭയങ്കര സേഫ് ആൻഡ് സെക്യൂർഡാണ് റൈഡ് ചെയ്യാൻ. സോ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ റൈഡിങ്. ബൈക്ക് സവാരിയിൽ അമൃതയെ ഏറ്റവും ബുദ്ധിമുട്ടിച്ചത് ശ്രീലങ്കയിലൂടെയുള്ള യാത്രയായിരുന്നു. ശ്രീലങ്ക ആക്ച്വലി ശ്രീലങ്ക എന്ന് പറയുമ്പോൾ ഞാനൊരു മൈൻഡ് സെറ്റിലായിരുന്നു. എനിക്ക് തമിഴ് അറിയാം. അപ്പോൾ അവിടെ ശ്രീലങ്ക തമിഴിയൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഈസി ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവിടെ തമിഴ് ഓൾമോസ്റ്റ് കുറവാണ്. സോ എനിക്ക് അവിടുത്തെ ലാംഗ്വേജ് ഹിന്ദി അവർക്ക് അറിയത്തില്ല, ഇംഗ്ലീഷ് ചില ആൾക്കാർക്കേ അറിയത്തുള്ളൂ. സോ ലാംഗ്വേജ് കുറച്ച് പ്രോബ്ലം ആയിരുന്നു. പിന്നെ ഭയങ്കര ചൂടായിരുന്നു ശ്രീലങ്ക. സോ അത് കുറച്ച് എനിക്ക് ബുദ്ധിമുട്ടായി. പോളിമർ സയൻസ് ബിരുദധാരിയും ഉദ്യോഗസ്ഥയുമാണ് ഈ ബൈക്കർ പെൺകുട്ടി. വർക്ക് ഫ്രം ഹോമായാണ് ജോലി സമയം കൂടി പരിഗണിച്ചാണ് യാത്രയുടെ സമയവും ക്രമീകരിക്കുന്നത്. അമ്മ അന്നപൂർണ, മൂത്ത സഹോദരൻ ആത്രേയ, സഹോദരി അപൂർവ എന്നിവരുടെ പൂർണ്ണ പിന്തുണ ഇതിനുണ്ട്. ഫസ്റ്റ് നോന്നായിരുന്നു, പക്ഷെ ഇപ്പോൾ എല്ലാവരും അവർ തന്നെ പറയും എവിടെയെങ്കിലും പുതിയതായിട്ട് റൈഡ് പ്ലാൻ ചെയ്തു എന്ന് അവർ തന്നെ പറയും. സോ അത്രക്കും സപ്പോർട്ടീവാണ്. സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അമൃത. ഓരോ അപ്ഡേറ്റ്സും പോസ്റ്റ് ചെയ്യാറുമുണ്ട്. ഇവിടുന്ന് ലഭിക്കുന്ന പ്രോത്സാഹനം യാത്രയ്ക്കുള്ള ഊർജ്ജമാകുന്നുണ്ടെന്ന് ഈ ബൈക്കർ പറയുന്നു. ആക്ച്വലി സോഷ്യൽ മീഡിയ ആണ് ഒരു പവർ. എല്ലാ അപ്ഡേറ്റ്സും എനിക്ക് കുറേ മെസ്സേജസ് വരാറുണ്ട്. വിഷ് ചെയ്തിട്ട് അവരുടെ ഡ്രീംസ് എന്ന് പറയുമ്പോൾ പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ പിന്നെയും ബൂസ്റ്റ് തരുന്നത് അവരുടെ മെസ്സേജസ് ആക്ച്വലി. അപ്പോഴാണ് ഒരു ഫാമിലി ആൾക്കാർ നോക്കുന്നുണ്ട്, ആൾക്കാർ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ ഒരു ബൂസ്റ്റ് കിട്ടുന്നതാണ് ആക്ച്വലി. സോ ഇറ്റ്സ് വെരി പവർഫുൾ ആക്ച്വലി. സ്വപ്നങ്ങളെ അടക്കി ജീവിക്കുന്ന സ്ത്രീകളോട് അമൃതയ്ക്ക് പറയാനേറെ. ഇഷ്ടമുള്ള കാര്യങ്ങൾ നേടിയെടുത്ത് ജീവിതം പരമാവധി ആസ്വാദകരമാക്കണമെന്നാണ് അമൃതയുടെ പക്ഷം. ആക്ച്വലി ഫാമിലി എന്ന് പറയുമ്പോൾ എല്ലാവരും നോക്കുന്നത് സൊസൈറ്റിയാണ്. എൻ്റെ ഫാമിലിയും മുന്നേ ഞാനും അങ്ങനെ ആയിരുന്നു, സൊസൈറ്റി നോക്കുന്ന ആള്. പക്ഷേ സൊസൈറ്റി ഒന്നും നോക്കുന്ന ഒരു ഇത് വേണ്ട. ബിക്കോസ് സൊസൈറ്റി നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി മാറും. പിന്നെ ഇപ്പോൾ ജനറേഷൻ മാറിക്കൊണ്ട് വന്നില്ലേ. അപ്പോൾ ആക്ച്വലി സൊസൈറ്റീനെ നോക്കുന്ന ആവശ്യമില്ല. ബിക്കോസ് നമ്മുടെ ഡിഫിക്കൽട്ടീസ് ടൈമിൽ അവരൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ എന്തിനാ വെറുതെ ഞങ്ങളുടെ ഡ്രീംസ് കളയുന്നത്? അപ്പോൾ ഉള്ളത് ഒരു ലൈഫ് ജീവിക്കാം. UAE യാത്ര മതിയാക്കി നാട്ടിലേക്ക് തിരിച്ച അമൃത ഒക്ടോബറിൽ ഇതര ഗൾഫ് രാജ്യങ്ങൾ കൂടി സന്ദർശിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് GCC കവർ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഇപ്പോൾ അല്ല, സീസണിലാണ്. എല്ലാ സ്ത്രീകൾക്കും ആത്മവിശ്വാസവും പ്രചോദനമാവുകയുമാണ് അമൃത.